ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ഫോക്കസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന BEdലെ ഫസ്റ്റ് സെമസ്റ്ററിലെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ മെയിനായിട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ 5 ടോപ്പിക്കുകളാണ് വരുന്നത്. നമ്മൾ ഓരോ മൈൻഡ് മാപ്പും നമ്മൾ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകളും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടോപ്പിക് പഠിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിക്കണം, മീനിങ് ഡെഫിനേഷൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ആ മീനിങ് ഡെഫിനേഷൻസും അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ്, മീനിങ് ഡെഫിനേഷൻസ് പഠിക്കുക. കൂടാതെ നെക്സ്റ്റ് പഠിക്കാനുള്ളത് അതിൽ ടൈപ്പ് ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. ചില ടെക്സ്റ്റുകളിൽ ചിലപ്പോൾ 10 ഉണ്ടാവില്ല, കുറച്ച് ഉണ്ടാവുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻട്രാപേഴ്സണും ഇൻ്റർപേഴ്സണും നന്നായി പഠിക്കണം കേട്ടോ അത്. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആണ്. ഞാൻ ഇതിൽ മെയിനായിട്ട് 5 തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു തിയറി കൂടി കൊടുത്തിട്ടുണ്ട്, യൂണിറ്ററി ഓർ മൊനാർക്കി തിയറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ, അതുകൊണ്ടത് സ്കിപ്പ് ചെയ്തോളൂ. ബാക്കിയുള്ള ഈ തിയറീസൊക്കെ 2 ഫാക്ടർ തിയറി അങ്ങനെയുള്ള തിയറികളൊക്കെ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ ഈ തിയറീസ് പഠിക്കുന്ന അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അത് ആരാണോ കണ്ടുപിടിച്ച ആ ആളുടെ പേര് ഉൾപ്പെടുത്തി, അതുമാത്രമല്ല അതിൻ്റെ ഇയർ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനെയാണ് എഴുതിയുള്ളത്. ഇയർ ചിലതിൻ്റെ എഴുതിയിട്ടുള്ളൂ, സ്പേസ് അനുസരിച്ചിട്ടാണ് ഞാൻ എഴുതിയുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം, ഇയർ കൊടുക്കണം. അതുകൂടാതെ ഓരോ തിയറിയുടെ കീവേഡ്സ് കൊടുക്കുക. ഇപ്പോൾ തോണ്ടയ്ക്ക് മൾട്ടിഫാക്ടർ തിയറി പറഞ്ഞാൽ എന്താ, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താ, ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എബിലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ആ തിയറിയുടെ ഒരു കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കീവേഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസ് നമുക്കതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഐഡിയ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കുറച്ച് കീവേഡ്സുകളൊക്കെ തിയറികളുടെ അവിടെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡിൽ അത് നിൽക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് IQ എന്നാണ്. IQ അത് നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ചെറുതായിട്ടാണ് കൊടുത്തുള്ളത്. മെയിനായിട്ട് അത് ആരാണോ കണ്ടുപിടിച്ചത്, അത് കൂടാതെ അതിൻ്റെ ഒരു ഫോർമുല മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് നന്നായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്, ക്രിയേറ്റിവിറ്റി ആകുമ്പോഴും അതിൻ്റെ എന്ത് പഠിക്കണം, മീനിങ് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്, പ്രോസസ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അതും വരുന്നുണ്ട്. ഈ ഫാക്ടേഴ്സും പ്രോസസ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഞാൻ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മെത്തേഡ് ഓർ സ്ട്രാറ്റജി ഫോർ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത് കേട്ടോ. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. IQ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത്ര അധികം കണ്ടിട്ടില്ല, പക്ഷേ സ്ട്രാറ്റജി ഫോർ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി ഓർ മെത്തേഡ് ഫോർ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 4 വരുന്നത്. അത്ര വലിയ യൂണിറ്റ് ആണോ ചോദിച്ചാൽ അല്ല, അതിൽ കുറച്ച് തിയറീസ് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, അതാണ് ഇപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ സ്ട്രാറ്റജി ഫോർ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നോട്ടുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.